സോ ഇന്ന് ബേസിക് ആയിട്ട് ഡ്രിങ്കിങ് വാട്ടറുമായിട്ട് റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. സോ ഹൗ ഓഫൺ ഡു യു ഡ്രിങ്ക് വാട്ടർ? സി നമുക്ക് ഐ തിങ്ക് വൺസ് എ ഡെയിലി അല്ലെങ്കിൽ ട്വൈസ് എ ഡെയിലി അല്ലെങ്കിൽ 5 to 6 ടൈംസ് എ ഡേ അല്ലെങ്കിൽ വെൽ എവറി ഡേ ഓഫ് കോഴ്സ്. സി അവിടെ ഒരു ടൈംസ് പറഞ്ഞില്ല, ജസ്റ്റ് വെൽ എവറി ഡേ ഓഫ് കോഴ്സ്, എല്ലാ ദിവസവും ആ ഒരു ഇത് വെൽ എവറി ഡേ ഓഫ് കോഴ്സ്. സോ ഡ്രിങ്കിങ് വാട്ടറുമായിട്ട് റിലേറ്റഡ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വൊക്കാബുലറീസ് ആണ്. സോ സ്റ്റേയിങ് ഹൈഡ്രേറ്റഡ്, ഓക്കെ, പ്രൊവൈഡ് വാട്ടർ, സി ഹൈഡ്രേഷൻ അറിയാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈസ് എ പ്രയോറിറ്റി ഫോർ മെനി സിൻസ് ഐ ഈസിലി ഗെറ്റ് എ ഹെഡേക്ക് ഇഫ് ഐ ഡോണ്ട്, നോട്ട് ടു മെൻഷൻ, പറയാതിരിക്കാൻ പറ്റില്ല, നോട്ട് ടു മെൻഷൻ മൈ വെയ്റ്റ് ലോസ് ഗോൾസ്. ഡ്രിങ്കിങ് ഇനഫ് വാട്ടർ ഈസ് ഓഫ് പാരമൗണ്ട് ഇമ്പോർട്ടൻസ് ഫോർ ഹെൽത്ത്. സോ ഈ ഒരു വേർഡ് പാരമൗണ്ട് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. Paramount. ഇതെന്ന് പറയുമ്പോൾ ബാൻഡ് 9ന്റെ ഒരു അത്രയും നല്ല എഫിഷ്യൻറ്റ് വൊക്കാബുലറി ആണ് പാരമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനേക്കാൾ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദർ ആർ മെനി പ്രയോറിറ്റീസ് ബട്ട് റെഡ്യൂസിങ് ദ ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഈസ് പാരമൗണ്ട് ഇമ്പോർട്ടൻസ്. മോർ ദാൻ എനിത്തിങ്, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇമ്പോർട്ടൻസ് പ്രയോറിറ്റി എന്ന് പറയുന്നതാണ് പാരമൗണ്ട്. ഓക്കെ, സോ വെൽ എവറി ഡേ ഓഫ് കോഴ്സ് സ്റ്റേയിങ് ഹൈഡ്രേറ്റഡ് ഈസ് എ പ്രയോറിറ്റി എന്ന് ഓർക്കുമ്പോൾ എപ്പോഴും ഇപ്പോൾ ഏതാ വേർഡ്? പാരമൗണ്ട്. ഓക്കെ, സിൻസ് ഐ ഈസിലി ഗെറ്റ് എ ഹെഡേക്ക് ഇഫ് ഐ ഡോണ്ട്, നോട്ട് ടു മെൻഷൻ, സി ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇഫ് ഐ ഡോണ്ട് ഇത് പറയുകയാണെങ്കിലാണ് നമുക്ക് നല്ല സ്കോറിങ് വരുന്നത്. നോട്ട് ടു മെൻഷൻ മൈ വെയ്റ്റ് ലൂസ് ഗോൾ. സോ ഇത്രയും ജസ്റ്റ് ഇപ്പം പറഞ്ഞല്ലോ വെയ്റ്റ് ലോസ് ഗോൾ. ഇനി ഞാൻ കുറച്ച് ഇത് കാംബ്രിഡ്ജിൻ്റെ ഒരു ടെക്സ്റ്റാണ്, അതിൻ്റെ ഒരു റിലേറ്റഡ് വൊക്കാബുലറീസ് ആണ്. ജസ്റ്റ് വെള്ളവും വാട്ടറും അതുപോലെ വെയ്റ്റ് ലൂസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അതിൻ്റെ വൊക്കാബുലറീസ് മാത്രം ഫോക്കസ് ചെയ്യുവാണ്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് എപ്പോഴും വൊക്കാബുലറീസ് കളക്ട് ചെയ്യാം, സെൻറ്റൻസ് ആക്കി മാറ്റാം. The benefits of drinking water are numerous. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? കൗണ്ട്ലെസ്. ഓക്കെ, എപ്പോഴും അങ്ങനെ എഴുതാം. നമുക്ക് എപ്പോഴും ഇഷ്ടം പോലെ സിനോണിംസ് അറിയായിരിക്കണം. ആൻഡ് റീസെൻറ്റ് സ്റ്റഡീസ് സജസ്റ്റ് ദാറ്റ് യു നീഡ് ടു ഡ്രിങ്ക് വാട്ടർ ടു ലോസ് വെയ്റ്റ്. ലൂസ് അല്ല, ലോസ് വെയ്റ്റ് ആണ്. ഡ്രിങ്ക് മോർ വാട്ടർ. അപ്പോൾ നേരത്തെ നമ്മൾ ഹൈഡ്രേറ്റിന് വേണ്ടി പഠിച്ചു, അതുപോലെ തന്നെയാണ് റീഹൈഡ്രേറ്റ്. ഓക്കെ, ടു വാട്ടർ ടു റീഹൈഡ്രേറ്റ് ആൻഡ് ഡീടോക്സിഫിക്കേഷൻ. ഓക്കെ, ഡീടോക്സിഫൈ യുവർ ബോഡി. അപ്പം ഹൈഡ്രേഷൻ, ലോസ് വെയ്റ്റ്, ഹൈഡ്രേഷൻ, റീഹൈഡ്രേഷൻ, ഡീടോക്സിഫിക്കേഷൻ. ഓക്കെ, വാട്ടർ ഈസ് നോട്ട് ഓൺലി എസ് യൂസേജ് ഓഫ് നോട്ട് ഓൺലി, ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് മാർക്ക് റൈറ്റിംഗിൽ കൂടുതൽ കിട്ടും. വാട്ടർ ഈസ് നോട്ട് ഓൺലി എസെൻഷ്യൽ ഫോർ ഹെൽത്ത് but increases the rate at which the body burns calorie. Okay, the rate at which the body burns calories, plural ആണ്, is. As well as, see ആ ലെങ്ത് സെൻറ്റൻസ് ലെങ്തി ആവാൻ എന്താ ചെയ്തത്? ഒരു ആസ് വെൽ ആസും കൂടെ ചേർത്തു, അപ്പം സെൻറ്റൻസ് ലെങ്തി ആയി. വാട്ടർ ഈസ് നോട്ട് ഓൺലി എസെൻഷ്യൽ ഫോർ ഹെൽത്ത് ബട്ട് ഇൻക്രീസസ്, ഈ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. ഇൻക്രീസസ് ദ റേറ്റ്, ഇതിനേക്കാൾ എനിക്ക് ആക്ച്വലി ഇത് സൂം ചെയ്യാൻ പറ്റില്ല, ഞാൻ കുറച്ച് ട്രൈ ചെയ്തു ഇത് സൂം ചെയ്യാൻ, ഇത് കോപ്പി പേസ്റ്റും ചെയ്യാൻ പറ്റില്ല, അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ സൈസ് എനിക്കറിയാം, ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എസ്പെഷ്യലി മൊബൈൽ യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇപ്പം നമ്മൾ എത്ര ലാപ്ടോപ്പ് ഉള്ളവർ എന്തായാലും ലാപ്ടോപ്പ് വെച്ച് പഠിക്കുക, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും യൂസ്ഫുള്ളാണ്. ഞാൻ ശരിക്കും ഓഫ്ലൈനാണ് പഠിച്ചത്, പക്ഷേ ഓൺലൈനിൻ്റെ ഒരു ജസ്റ്റ് ഈ PDF വന്ന സമയത്ത് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. ഓക്കെ, ഇത്രത്തോളം നമ്മൾ കുറേയും കൂടെ നമ്മുടെ വർക്ക് ഹാഫ് ആക്കുന്നതാണ് ശരിക്കും ഈ ഓൺലൈൻ ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ. സോ മാക്സിമം അങ്ങനെ ചെയ്യാൻ നോക്കുക. സോ അതുപോലെ തന്നെ ഇന്നലെ ഞാൻ ജസ്റ്റ് ആ PDF വെച്ചിട്ട് എങ്ങനെ ഒരു ട്രിക്ക് പറഞ്ഞു തന്നായിരുന്നു ഒരു വീഡിയോയിൽ. സോ അത് നമ്മുടെ വെബ് പേജ് ടു PDF എന്ന് പറഞ്ഞ കൺവേർട്ടർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വെബ് പേജും ഇപ്പോൾ നേരത്തെ കാണിച്ച ആ വെബ് പേജ് ഡയറക്റ്റ് PDF ആക്കി നമ്മുടെ കയ്യിലേക്ക് കിട്ടും. സോ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും. ഓക്കെ, സോ the benefits of drinking water are numerous.
Okay, numerous benefits are there, countless benefits are there. Recent studies suggest, studies എന്ന് വന്നുകൊണ്ടാണ് സജസ്റ്റ് മാത്രം കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ വൊക്കാബുലറി ഒന്നും കൂടെ പറയാം. റീഹൈഡ്രേറ്റ്, ഡീഹൈഡ്രേറ്റ്, detoxify, hydration, burn body calories, then ഏതൊക്കെയാണ്, സോ നോട്ട് ഓൺലിയുടെ യൂസ്. സോ ഈ സെൻറ്റൻസ് ലെങ്തി ആക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ചേർത്തതാണ് ആസ് വെൽ ആസ്. സി ഓക്കെ, നോട്ട് ഓൺലി യൂസ് ചെയ്തു, അതിനുശേഷം ബട്ട് യൂസ് ചെയ്തു, പിന്നെ ആസ് വെൽ ആസ് ബീയിങ് എ നാച്ചുറൽ അപ്പറ്റൈറ്റ് സപ്രസൻറ്റ്. ഇത് ഒരു അത്രയും അങ്ങോട്ട് നമ്മുടെ വെബ്സൈറ്റ്സിലൊന്നും കിട്ടത്തില്ല. ഇത് ഡയറക്റ്റ് കുറച്ച് ടഫാക്കി കാംബ്രിഡ്ജിന് എഴുതുന്നതാണ്. എ നാച്ചുറൽ അപ്പറ്റൈറ്റ് സപ്രസൻറ്റ്. വാട്ടർ ഓൾസോ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മെറ്റബോളിസിങ് ഫുഡ്. Metabolization. Okay, metabolizing food. While we know that water is critical, important, നമുക്ക് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്താ നമ്മൾ നേരത്തെ പഠിച്ച വേർഡ് പാരമൗണ്ട്. ഓക്കെ, ദാറ്റ് വാട്ടർ ഈസ് ക്രിട്ടിക്കൽ ടു ഹെൽത്തി ഫങ്ഷനിങ്, ഹെൽത്തി സി ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈസ് ക്രിട്ടിക്കൽ ടു ഹെൽത്തി ഫങ്ഷനിങ് ഓഫ് ദ ഹ്യൂമൻ ബോഡി. Studies suggest that water promotes the lowering of an individual's total energy intake. സി ഇത് ഇപ്പം നിങ്ങൾ പറയും സ്പീക്കിങ്ങിന് ഇത്ര ആവശ്യമുണ്ടോ? ഇതേ ക്വസ്റ്റ്യൻ എസ് എ ആണെങ്കിൽ ഇതൊക്കെ ആവശ്യമില്ലേ? മനസ്സിലായോ? സ്പീക്കിങ്ങിന് അത്ര ആവശ്യമില്ല, എസ് എക്ക് ഇതൊക്കെ ആവശ്യമാണ്. സോ എപ്പോഴും സ്പീക്കിങ്ങും റൈറ്റിങ്ങും കുറച്ച് എക്സ്ട്രാ പഠിക്കുക, അപ്പോൾ നമുക്ക് കമ്പൈൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വാട്ടർ പ്രൊമോട്ട്സ്, സി ദാറ്റ് water promotes the lowering of individual's total energy intake and alters metabolism. So metabolizing food പഠിച്ചു, alters metabolism. See, vocabularies ആണ്. Most people who are on a diet do not drink enough water. So എന്താണ് enough water കുടിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം? To metabolize food the body needs water. മെയിനായിട്ട് ഈ മെറ്റബോളൈസ്. സോ ഏതൊക്കെ രീതിയിൽ മെറ്റബോളൈസിൻ്റെ തന്നെ ഒരു വൊക്കാബുലറി ശ്രദ്ധിക്കുക, എത്ര രീതിയിൽ അത് മാറ്റാം. മെറ്റബോളൈസിങ്, മെറ്റബോളിസം, ടു മെറ്റബോളൈസ് ഫുഡ്. ദ ബോഡി നീഡ്സ് വാട്ടർ ഫോർ എവറി ഗ്രാം ഓഫ് കാർബോഹൈഡ്രേറ്റ്. ഇതൊന്നും അത്ര വേണ്ട. സോ ഡ്രിങ്കിങ് സഫിഷ്യൻറ്റ് വാട്ടർ, സഫിഷ്യൻറ്റ് അല്ലെങ്കിൽ ഇൻസഫിഷ്യൻറ്റ്, ലാക്ക് ഓഫ് വാട്ടർ. സഫിഷ്യൻറ്റ് എന്നൊരു വേർഡിൻ്റെ ഫാമിലിയാണ് പറഞ്ഞത് ഇൻസഫിഷ്യൻറ്റ്. സോ ഡ്രിങ്കിങ്, so drinking sufficient water can help your body burn up. See, phrasal word ആണ് burn up energy, burn up carbohydrate instead of storing them. Additionally, linking word use ചെയ്തു, proper hydration while you are on a diet is vital. So vital, crucial, paramount. Okay, വൊക്കാബുലറി മാറണമുണ്ടോ? എപ്പോഴും ഇതുപോലെ പഠിക്കണം. ഓക്കെ, സിനോണിംസ് എപ്പോഴും കളക്ട് ചെയ്യണം. ബിക്കോസ് യു ആർ മോർ പ്രോൺ ടു വാട്ടർ റിട്ടൻഷൻ ആസ് യുവർ ബോഡി സ്റ്റാർട്ട്സ് ലൂസിങ് ഫ്ലൂയിഡ് അലോങ് വിത്ത് ദ വൈറ്റ്. പ്രോൺ ടു വാട്ടർ റിട്ടൻഷൻ. ഓക്കെ, ഇഫ് യു ആർ ഡീഹൈഡ്രേറ്റഡ് യുവർ ബോഡി വിൽ സ്ലോ ഡൗൺ ഇറ്റ്സ് കലോറി ബേണിംഗ് പ്രോസസ്. സോ കലോറീസ് അല്ലേ, ബോഡി ബേൺസ് കലോറീസ്. Calorie burning processes. ES ഉണ്ട്, processes, calorie burning processes. See, ഇവിടെയും പ്ലൂറലുണ്ട്. The body burns calories. കളക്ട് ചെയ്ത് വയ്ക്കുക എപ്പോഴും. So drink water to lose weight. Okay. Next, what kind of water do you like to drink? See, what kind of water do you like to drink എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വാട്ടർ ഓർമ്മ വരുന്നുണ്ട്, എത്രത്തോളം ഡിഫറെൻറ്റ് ടൈപ്സ് ഓർമ്മ വരുന്നുണ്ട്? ഓക്കെ, ഓൾ ഡിഫറെൻറ്റ് കൈൻഡ്സ്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വാട്ടർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടർ? സോ ജസ്റ്റ് അതാണ് നോക്കുന്നത്. ബ്ലോക്കാണ് ഹെഡ് ലൈൻ. Tap water, mineral water, spring or glacier, sparkling water, distilled water, purified water, flavor or infused water, alkaline water, well water. So എത്ര എണ്ണം? 9 എണ്ണം അവർ പറയുന്നത്. Tap water, mineral water, spring or glacier, sparkling, distilled, purified, flavored or infused, alkaline, well water. So ഇതിൻ്റെ ഒരു ഡിഫറൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞുതരാം. ടാപ്പ് വാട്ടർ അറിയാലോ. സോ ജസ്റ്റ്
വൊക്കാബുലറീസ് ആണ്. ഇത് കുറച്ചും കൂടെ ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും ബാൻഡ് 9ലേക്ക് എത്താൻ ഇത് സ്പീക്കിംഗ് പാർട്ട് 1ലാണ് ഇത് കാണുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഈ എസ്സേസിലും വരും. ഓക്കെ, ദോ മെനി പീപ്പിൾ ടേൺ ദിയർ നോസസ് അപ്പ്. സി, എന്താണ് ടേൺ യുവർ നോസ് അപ്പ്? അപ്പും കൂടെ എൻ്റെ കൂട്ടത്തിലുണ്ട്. ഓക്കെ, അതായത് ഇതെന്ന് പറയുമ്പം അതായത് അക്സെപ്റ്റ് ചെയ്യും, നമുക്ക് മുഖം തിരിക്കുക എന്ന് പറയില്ലേ, അതിനെയാണ് ഈ ടേൺ യുവർ നോസ് അപ്പ്. ഓക്കെ, മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നോസ് മുകളിലേക്ക് പോകില്ല, അപ്പം അപ്പും കൂടെ മറക്കാതിരിക്കാൻ വേണ്ടി ടേൺ യുവർ നോസ് അപ്പ്. ഓ, ഞാനൊന്നും കേട്ടില്ലേ എന്ന് പറഞ്ഞിരിക്കില്ലേ, ആ സംഭവം തന്നെ. ടു നോട്ട് അക്സെപ്റ്റ് സംതിങ് ബിക്കോസ് യു ഡു നോട്ട് തിങ്ക് ഇറ്റ് ഈസ് ഗുഡ് ഇനഫ് ഫോർ യു. ദേ ടേൺ ദിയർ നോസസ് അപ്പ് ആറ്റ്. ദേ വന്നതുകൊണ്ട് കണ്ടോ, എസ്സും കൂടെ ചേർന്നു, ദേ ആയതുകൊണ്ട്. അല്ലെങ്കിൽ സിംഗുലർ ആണെങ്കിൽ നോസ്. അപ്പ് അറ്റ് ദ ഓൺലി ഹോട്ടൽ ദാറ്റ് വാസ് അവൈലബിൾ. റിഫ്യൂസ് ചെയ്യുക, റിജക്റ്റ് ചെയ്യുക, അതാണ് ടേൺ യുവർ നോസ് അപ്പ്. സോ എവിടെയെങ്കിലും റിഫ്യൂസ്, റിജക്റ്റിന് അവർ ടേൺ യുവർ നോസ്, ഇത് ചിലപ്പോൾ എവിടെ കേൾക്കാം, ഇവിടെ കേൾക്കാം, ഇത് നമ്മുടെ ലിസ്ണിങ്ങിൽ കേൾക്കാം, അപ്പം മനസ്സിലാവണമെന്നില്ല. ദോ മെനി പീപ്പിൾ ടേൺ ദെയർ നോസസ് അപ്പ് അറ്റ് ദ ഐഡിയ ഓഫ് ഡ്രിങ്കിങ് ടാപ്പ് വാട്ടർ ഓവർ ടേസ്റ്റ് ഓർ സേഫ്റ്റി കൺസേൺ. എന്തുകൊണ്ടാണ് വെറി ആവുന്നത് ടേൺ ദെയർ നോസ്? കാരണം ഓവർ ടേസ്റ്റ് ഓർ സേഫ്റ്റി കൺസേൺ. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് ചീപ്പർ ദാൻ ബൈയിങ് വേരിയസ് ടൈപ്സ് ഓഫ് ബോട്ടിൽ വാട്ടർ. അപ്പം സോ ഒന്ന് ഏതാണ്, ഇപ്പം നമ്മൾ ടാപ്പ് വാട്ടർ പഠിച്ചു, ബോട്ടിൽ വാട്ടർ പഠിച്ചു. ഇത്രയും ടൈപ്സ് ആക്ച്വലി നമ്മുടെ വെബ്സൈറ്റിൽ, ഐൽസ് വെബ്സൈറ്റിൽ സെർച്ച് ചെയ്ത് കിട്ടാൻ സാധ്യതയില്ല. ഓക്കെ, ഇത് ഒരു ക്വസ്റ്റ്യന് സ്പെസിഫിക് ആയിട്ട് പോകുന്നതാണ്. ഓക്കെ, നൗ ഇതിൻ്റെ പ്രോബ്ലംസ്. സോ ഈ കോൺസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ഒരേ കോൺസ് തന്നെ എഴുതാം. ഓക്കെ, കോൺസ് അതിൻ്റെ ഡീമെറിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഹാംഫുൾ സബ്സ്റ്റൻസ് ഫ്രം കണ്ടാമിനേറ്റിംഗ് വാട്ടർ സപ്ലൈ. നമുക്കറിയത്തില്ല, ഹാംഫുൾ സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കാം, കണ്ടാമിനേറ്റഡ് സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കാം, കണ്ടാമിനേറ്റിംഗ് ദ വാട്ടർ. എ പ്രൈം എക്സാമ്പിൾ ഓഫ് ദിസ് ഈസ് ദ ഓൺ ഗോയിങ് വാട്ടർ ക്രൈസിസ്. സോ വാട്ടർ ക്രൈസിസ് ഒരു എസ്സേ ടോപ്പിക്കാണ്. പ്രൈം എക്സാമ്പിൾ നമ്മൾ പഠിപ്പിച്ചാണ്. ഫോർ ഇൻസ്റ്റൻസ്, ഫോർ എക്സാമ്പിൾ കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ടിട്ട് എക്സാമ്പിൾ എഴുതാം. ഓക്കെ, അതിന് പകരം എ പ്രൈം എക്സാമ്പിൾ എന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു വ്യത്യാസമുണ്ട്. സി, ജസ്റ്റ് എക്സാമ്പിൾ കോമ എന്നുള്ള രീതി എല്ലാവരും ചെയ്യുന്ന രീതിയിലല്ല നിങ്ങൾ എസ്സേയിൽ എക്സാമ്പിൾ കൊടുക്കുന്നത്. എ പ്രൈം എക്സാമ്പിൾ ഓഫ് ദിസ് ഈസ് ദ ഓൺ ഗോയിങ് വാട്ടർ ക്രൈസിസ്. ഓക്കെ, നിങ്ങൾക്ക് ബാക്കി ഞാൻ വൊക്കാബുലറി ഫോക്കസ് ചെയ്യുന്നു, സെൻറ്റൻസ് നിങ്ങൾക്ക് വായിക്കാം. പബ്ലിക് വാട്ടർ സപ്ലൈസ്. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻ അൺഡിസൈറബിൾ സബ്സ്റ്റൻസ്, അലുമിനിയം ആൻഡ് അതർ അൺഡിസൈറബിൾ സബ്സ്റ്റൻസ്. So treatment is done on your water supply aren't up to par. അല്ലെങ്കിൽ ഹോം ഫിൽട്രേഷൻ സിസ്റ്റം വെക്കാം. ഓക്കെ, യു ക്യാൻ ഹോം ഫിൽട്രേഷൻ സിസ്റ്റം ഫോർ ഫർദർ ക്ലെൻസിങ്. സോ യു ക്യാൻ ഓൾവേസ് പർച്ചേസ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ മിനറൽ വാട്ടർ ആണ്. സോ മിനറൽ വാട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പുൾ ഫ്രം മിനറൽ വാട്ടർ മിനറൽ സ്പ്രിങ്ങിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പം എവിടെ നിന്ന് എടുക്കണം? പുൾ ഫ്രം എ മിനറൽ സ്പ്രിങ്. All things that are good for you. It contains minerals which are good for you. So it provides minerals your body can't create on its own. It helps aid in digestion. Even like the taste of it over. എന്തുകൊണ്ടാണ് ഓവർ ടാപ്പ് വാട്ടർ? അതായത് മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓവർ ടാപ്പ് വാട്ടർ ഇറ്റ്സ് ഡൗൺ ടു പേഴ്സണൽ പ്രിഫറൻസ്. നൗ സ്പ്രിങ് അല്ലെങ്കിൽ ഗ്ലേസിയർ വാട്ടർ, ഇതും വാങ്ങിക്കാൻ കിട്ടുന്നത് തന്നെയാണ്. ആരെങ്കിലും നമുക്ക് അത്രയും കോമൺ അല്ല സ്പ്രിങ് ഓർ ഗ്ലേസിയർ വാട്ടർ. സോ റിലേറ്റീവ്ലി ക്ലീൻ ആണ്, ഫ്രീ ഓഫ് ടോക്സിൻ. റിലേറ്റീവ്ലി ക്ലീൻ, ഫ്രീ ഓഫ് ടോക്സിൻ. ഹെൽപ്ഫുൾ മിനറൽസ് ഫൗണ്ട് ഇൻ മിനറൽ വാട്ടർ. റെഡ്ലി അവൈലബിൾ, എക്സ്പെൻസീവ് ആയിരിക്കും. അൺഷ്യൂർ ആണ്, അൺടെസ്റ്റഡ് വാട്ടർ ആണ്. നെക്സ്റ്റ് സ്പാർക്ലിംഗ് വാട്ടർ അല്ലെങ്കിൽ കാർബണേറ്റഡ് ഓർ സോഡ വാട്ടർ. സോ സ്പാർക്ലിംഗ് വാട്ടർ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് പലതിലും യൂസ് ചെയ്യുന്നത് സ്പാർക്ലിംഗ് വാട്ടർ, കാർബണേറ്റഡ് വാട്ടർ ഓർ സോഡ വാട്ടർ. സോ ഇതൊന്നും ഹെൽത്തി അല്ല, അതുകൊണ്ട് ഞാൻ ഡ്രിങ്ക് ചെയ്യാറില്ല. സോ ഇതാണ് ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് കണക്ട് ചെയ്ത് പറയേണ്ടത്. സോ ഇത് ഫിസി ഡ്രിങ്ക്സ്, ഇപ്പോൾ കൊക്കക്കോള എന്നൊക്കെ പറഞ്ഞത് ഫിസി ഡ്രിങ്ക്സ്. സോ എത്ര വൊക്കാബുലറിയാണ് ഫിസി ഡ്രിങ്ക്സ്? ഇറ്റ് കണ്ടെയ്ൻസ് artificial sweeteners. Okay, it could be natural or artificial flavored. Now distilled water. Distilled water എന്ന് പറഞ്ഞാൽ ബോയിൽ ചെയ്തതിന് ശേഷം അത് കളക്ട് ചെയ്തത്, അതിൻ്റെ സ്റ്റീം കളക്ട് ചെയ്ത് കണ്ടൻസ് ബാക്ക് ഇൻ ടു ലിക്വിഡ് ആണ്.
അതിനെയാണ് ഡിസ്റ്റിൽ വാട്ടർ. പിന്നെ ബോയിൽഡ് വാട്ടർ ഉണ്ട്. നമ്മളൊക്കെ കൂടുതലായിട്ട് ബോയിൽഡ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ വായിക്കണമെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് വായിച്ചോ, എൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. പ്യൂരിഫൈഡ് വാട്ടർ അല്ലെങ്കിൽ ടാപ്പ് വാട്ടർ ഓർ ഗ്രൗണ്ട് വാട്ടർ. ഓക്കെ, റിമൂവ് ഹാർംഫുൾ സബ്സ്റ്റൻസസ് ലൈക്ക് ബാക്ടീരിയ, ഫംഗൈ ആൻഡ് പാരസൈറ്റ്സ്. Immediate water source is contaminated. You can go for option, great option if your immediate water source is contaminated. Next, flavored or infused water. അതായത് again അവിടെ ആർട്ടിഫിഷ്യൽ സ്വീറ്റേഴ്സ് ഉണ്ടാവും, സ്വീറ്റൻ വിത്ത് എയ്തർ ഷുഗർ. ഓക്കെ, ഇത് 9 ടൈപ്പ് വാട്ടർ തന്നെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഫാസ്റ്റായിട്ട് പോകുന്നത്. നെക്സ്റ്റ് ആൽക്കലൈൻ വാട്ടർ. ആൽക്കലൈൻ വാട്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ന്യൂട്രലൈസ് ആസിഡ് ഇൻ ദ ബോഡി, ഹെൽപ്പ് സ്ലോ ദ ഏജിങ് പ്രോസസ് ഓർ ഈവൻ പ്രിവെൻറ്റ് ക്യാൻസർ. സോ ന്യൂട്രലൈസ് ആസിഡ് ഇൻ ദ ബോഡി, സ്ലോ ഏജിങ് പ്രോസസ്സസ്, പ്രിവെൻറ്റ് ക്യാൻസർ. സോ ഇത്രയാണ്. ഇനി നെക്സ്റ്റ് വെൽ വാട്ടർ നമുക്കറിയാലോ. സോ ഏകദേശം പ്രോസും കോൺസും സെയിം തന്നെയായിട്ട് പറയാം. സോ നെക്സ്റ്റ് ഇവിടെ കാണുന്നത് പോർട്ടബിൾ വാട്ടർ, ബോട്ടിൽ വാട്ടർ. ഓക്കെ, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും അത്യാവശ്യം ഡ്രിങ്കിങ് വാട്ടറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വൊക്കാബുലറി പഠിച്ചു. ഇത്രയും മതി, എന്തായാലും ധാരാളമാണ്. ഓക്കെ, താങ്ക് യു.